പരിശ്രമം അള്ളാഹു സ്വീകരിക്കട്ടെ. താങ്കൾക്ക് കൂടുതൽ മാർഗനിർദ്ദേശം നൽകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ലോകത്ത് നന്മയുണ്ടാവട്ടെ, പരലോകത്ത് അള്ളാഹു സ്വർഗപ്രവേശനം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. സഹോദരി അസ്സലാമു അലൈക്കും. സഹോദര, എന്റെ പേര് ആൻബ്രീൻ, ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഞാൻ ഈ ഇടെയാണ് ദുബൈയിലേക്ക് വന്നത്. സഹോദരി, നിങ്ങൾ മുസ്ലിമാണോ? അതെ, അൽഹംദുലില്ലാഹ്. എന്നാൽ അമുസ്ലിങ്ങൾക്ക് അവസരം നൽകുക. അവരുടേത് അവസാനിച്ചാൽ മുസ്ലിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചോദിക്കാൻ അമുസ്ലിങ്ങളെ പരിഗണിക്കുക. അവർക്ക് ആദ്യം ചോദിക്കാൻ അവകാശമുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് 2-ാം നമ്പർ മൈക്കിൽ അമുസ്ലിങ്ങളുണ്ടോ? 2-ാം നമ്പർ മൈക്കിൽ അമുസ്ലിങ്ങളുണ്ടോ? അമുസ്ലിങ്ങളില്ല. എന്റെ പേര് പേസോളറന്റ്, കാമറൂണിൽ നിന്നാണ്. ഇവിടെ ദുബായിലെ ഒരു പ്രൈവറ്റ് കമ്പനി സെക്യൂരിറ്റി ചീഫാണ്. എനിക്ക് മുസ്ലിങ്ങളുമായി ചങ്ങാത്തമുണ്ട്. ഇസ്ലാമിനെ പറ്റി ധാരാളം അവർ പറയാറുണ്ട്. സ്നേഹം, ജീവിതം, വിവാഹം എന്നിങ്ങനെ ധാരാളം കാര്യങ്ങൾ. ഞാൻ ഇന്നലെയും ഇവിടെ വന്നിരുന്നു. ചോദ്യത്തിന് നേരെ ചൊവ്വയുള്ള ഉത്തരം ലഭിച്ചു. എനിക്ക് അല്പം കൂടി ചോദിക്കാനുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതുവരെ ഇസ്ലാം സ്വീകരിക്കാൻ സാധിക്കില്ല. ഈ ചോദ്യം ചോദിച്ചിട്ട് എന്റെ മനസ്സിലുള്ള ഉദ്ദേശം, ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ വീക്ഷണം ഞാൻ പറയാം. അതുകൊണ്ട് എന്റെ ചോദ്യം ഇതാണ്: ഒരു കമ്പനിയിൽ നിന്ന് പുതിയ ഒരു കാർ വാങ്ങിക്കുന്നു. അത് റോഡിൽ ഇറക്കുമ്പോൾ അതിനെന്തോ കുറവുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന്, അതിന് ഹോൺ ഇല്ല എന്ന് നിങ്ങൾ കണ്ടെത്തുന്നു. ഹോൺ വെക്കാത്തതാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്ന് നാം വിചാരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, സർവശക്തനായ ബുദ്ധിയുള്ള ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു, നമ്മളെയും ഇവിടെ സൃഷ്ടിച്ചു. ഇന്ന് നമ്മൾ സമാധാനം 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 അന്വേഷിക്കുകയാണ്. എവിടെയാണ് സമാധാനം നഷ്ടപ്പെട്ടതെന്ന് നാം അന്വേഷിക്കുന്നു. ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയെ സൃഷ്ടിച്ചപ്പോൾ അതില്ലാതെ സൃഷ്ടിച്ചതാണോ? അതല്ല, ഈ ലോകത്ത് തന്നെ അത് വേണ്ടെന്ന് വിചാരിച്ചതാണോ? സഹോദരൻ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. പുതിയൊരു കാർ വാങ്ങിച്ചപ്പോൾ അതിന് ഹോൺ ഇല്ലെന്ന് നമ്മൾ കണ്ടെത്തുന്നു. ഇത് നഷ്ടപ്പെട്ടതാണോ? ഇതിനെ തുലനം ചെയ്ത് അദ്ദേഹം ചോദിക്കുന്നു, ഇന്നത്തെ ലോകത്ത് സമാധാനമില്ല. എല്ലാവരും സമാധാനം അന്വേഷിക്കുകയാണ്. സർവശക്തനായ ദൈവം സമാധാനം സൃഷ്ടിച്ചിട്ടുണ്ടോ? അതോ മനുഷ്യർക്ക് സമാധാനം ലഭിക്കേണ്ടതില്ല എന്നുണ്ടോ? സഹോദര, താങ്കൾ ചോദിച്ചത് വളരെ നല്ല ചോദ്യമാണ്. നിങ്ങൾക്കറിയുമോ, ഞാനൊരു കാറിന്റെ ഉദാഹരണം പറയാം. പുതിയ BMW കാറിനെ കുറിച്ച് അറിയുമോ? 2012 ഏറ്റവും പുതിയ 7 സീരീസിലെ മോഡലിനെ കുറിച്ച് അറിയുമോ? അല്ലെങ്കിൽ ഒരു മെഴ്സിഡസ് ബെൻസ് കാർ. ഇതൊരു യഥാർത്ഥ കഥയാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ മറ്റേ സുഹൃത്തിനോട് കാർ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം കാറിനടുത്ത് ചെന്നപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ദ്വാരം കാണാനില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ സുഹൃത്തിനോട് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ദ്വാരം എന്ന് ചോദിച്ചു. അവൻ ചിരിക്കാൻ തുടങ്ങി. പുതിയ കാറുകളിൽ താക്കോലിട്ട് തിരിച്ചല്ല സ്റ്റാർട്ടാക്കുന്നത്. അവയിൽ പുതിയ സാങ്കേതിക വിദ്യയാണ്. താക്കോലുമായി കാറിന്റെ അടുത്ത് ചെന്നാൽ ഓട്ടോമാറ്റിക്കായി സെൻസർ ചെയ്യും. ഒരു ബട്ടൺ അമർത്തിയാൽ അത് സ്റ്റാർട്ടാവും. ഏറ്റവും പുതിയതാണ്. പുതിയ കാറുകളിൽ സ്റ്റാർട്ട് ചെയ്യാൻ താക്കോൽ ദ്വാരം ആവശ്യമില്ലെന്ന് അവൻ അറിയില്ല. അത് ഓട്ടോമാറ്റിക്കാണ്. അവന്റെ വളരെ അടുത്തുള്ള ഒന്നാണ് അവൻ തിരയുന്നത്. പക്ഷെ അറിയാത്തതുകൊണ്ട് അവന് മനസ്സിലാവുന്നില്ല. സമാധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സമാധാനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം ഇസ്ലാമാണ്. സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സമാധാനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം. സ്രഷ്ടാവിനെ മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും ശരിയായ സമാധാനത്തിലേക്ക് നിങ്ങൾ വരില്ല. സമാധാനം എന്നത് വിവിധ തരമുണ്ട്. ചിലർ അത് ആഡംബരമാണെന്ന് കരുതുന്നു. സൗകര്യങ്ങളുണ്ടായാൽ സമാധാനം കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നു. ഇതെല്ലാം താൽക്കാലിക സമാധാനമാണ്, ശരിയായ സമാധാനമല്ല. ശരിയായ സമാധാനം ഹൃദയത്തിന്റെ സമാധാനമാണ്. താങ്കളുടെ ഹൃദയം സമാധാനത്തിലാവണം. താങ്കളുടെ മനസ്സ് സമാധാനത്തിലാവണമെങ്കിൽ താങ്കളുടെ ശരീരം സമാധാനത്തിലാവണം. സ്രഷ്ടാവിനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. സ്രഷ്ടാവിനെ മനസ്സിലാവാത്ത ആളുകൾ മരീചികയ്ക്ക് പിറകിൽ ഓടുകയാണ്. മരുഭൂമിയിൽ പോയാൽ മരീചിക കാണാം. കാരണം താങ്കൾക്ക് മനസ്സിലായില്ല. സ്രഷ്ടാവിനെ മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ ഉപയോഗക്രമത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ പുതിയ BMW കാറിന്റെ ഉപയോഗക്രമം വായിക്കാതെ സ്റ്റാർട്ട് ചെയ്യാൻ താക്കോലിടുന്ന ദ്വാരം തിരയുകയാണ്. ഹോൺ എവിടെയെന്ന് തിരയുകയാണ്. ഉപയോഗക്രമം വായിച്ചിരുന്നുവെങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ കാണുമായിരുന്നു, ഹോൺ എവിടെയെന്ന് കാണുമായിരുന്നു. അതുപോലെയാണ് സമാധാനം.
താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. ധാരാളം വ്യക്തികൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ധാരാളം രാജ്യങ്ങൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ വൈയക്തിക ഘടകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പാറാവുകാരൻ ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവും എന്നവർ കരുതുന്നു. ശരിയായ സമാധാനം ഹൃദയത്തിന്റെ സമാധാനമാണ്, മനസ്സിന്റെ സമാധാനമാണ്, ആത്മാവിന്റെ സമാധാനമാണ്. മറ്റു മനുഷ്യരെ കുറിച്ച് എനിക്കറിയില്ല. മാഷാ അല്ലാഹ്, ഞാൻ സമാധാനത്തിലാണ്. താങ്കളുമായി സമ്പർക്കത്തിലുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. മാഷാ അല്ലാഹ്, ജാക്കിർ നായിക്ക് എന്ന ഞാൻ സമാധാനത്തിലാണ്. ഞാൻ സമാധാനം കണ്ടെത്തി. കാരണം ഇസ്ലാം, സലാം, സമാധാനം എന്ന വാക്കിൽ നിന്നാണ്. സിൽമ് എന്ന അറബി പദത്തിൽ നിന്നും ഉണ്ടായതാണ്. സർവശക്തനായ ദൈവത്തിന് എല്ലാം സമർപ്പിക്കുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇസ്ലാം എന്നതിന് അർത്ഥം ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ സമാധാനം ലഭിക്കുക എന്നാണ്. സഹോദര, ദൈവത്തിന് പരിപൂർണമായും സമർപ്പിക്കുന്നതുവരെ ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പുതിയ സമാധാനം സ്വീകരിക്കാൻ താങ്കൾ തയ്യാറാണോ? അതെ, ഉത്തരം ലഭിച്ചു. സത്യമായും ഡോക്ടർ വ്യക്തമാക്കി തന്നതിന് വളരെ നന്ദി. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി ഇസ്ലാമിനെ ഞാൻ അംഗീകരിക്കുന്നു. സ്വന്തത്തിന് പ്രയോജനപ്പെടുന്ന ഒരു വിദ്യാലയമായി ഇസ്ലാമിനെ ഞാൻ കാണുന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ ശരിയായ മാർഗത്തിലാവാൻ ഇന്നു മുതൽ ആ വിദ്യാലയത്തിന്റെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദര, ദൈവം ഏകനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. ജീസസ് ദൈവമല്ലെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. ജീസസ് ദൈവദൂതനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവദൂതനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. ഇസ്ലാം സ്വീകരിക്കാൻ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ആരുമില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണോ? സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ദൃഢവിശ്വാസത്തോടെയാണോ? തീർച്ചയായും. ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? ഒരു സമ്മർദ്ദവുമില്ല. ഞാൻ അറബിയിൽ പറയും, അതേറ്റു പറയുക. അഷ്ഹദു അഷ്ഹദു അല്ലാ അല്ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാ ഇല്ലല്ലാ വഅഷ്ഹദു വഅഷ്ഹദു അന്ന അന്ന മുഹമ്മദൻ മുഹമ്മദൻ അബ്ദുഹു അബ്ദുൽ വറസൂലുഹു വറസൂലുഹു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതായത് ഒരു ദൈവമില്ല, ഒരു ദൈവവുമില്ല അല്ലാഹു അല്ലാതെ. അല്ലാഹു അല്ലാതെ. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതായത് പ്രവാചകൻ മുഹമ്മദ്, അതായത് പ്രവാചകൻ മുഹമ്മദ് ദൈവത്തിന്റെ ദൂതനും ദൈവത്തിന്റെ ദൂതനും അള്ളാഹുവിന്റെ അടിമയുമാണ്. അള്ളാഹുവിന്റെ അടിമയുമാണ്. മാഷാ അല്ലാഹ്, താങ്കൾ ഇപ്പോൾ മുസ്ലിമാണ്. കൂടുതൽ വഴി കാണിക്കാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. താങ്കളിലൂടെ ധാരാളം അമുസ്ലിങ്ങൾ സമാധാനത്തിൽ പ്രവേശിക്കട്ടെ. ഈ ലോകത്ത് നന്മയുണ്ടാവട്ടെ. പരലോകത്ത് അള്ളാഹു സ്വർഗപ്രവേശനം നൽകട്ടെ.